സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരായ ആരോപണങ്ങൾ കടുപ്പിച്ച നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ബി ഉണ്ണികൃഷ്ണൻ പരസ്യമായും അല്ലാതെയും തന്നെ ഭീഷണിപ്പെടുത്തി. സിനിമ ചെയ്യിക്കില്ല എന്ന് പറഞ്ഞു. നിവർത്തികേടുകൊണ്ടാണ് പരാതി നൽകിയതെന്നും സിനിമയിലെ അധികാര കേന്ദ്രങ്ങൾക്കെതിരായാണ് തന്റെ പോരാട്ടമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. എൻ്റെയും എന്നെ പോലുള്ള മറ്റ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ നിലനിൽപ്പിനൊക്കെ വേണ്ടി കൂടിയാണ് ഞാൻ ഈ കംപ്ലയിൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. കാര്യം കുറച്ച് പേരുടെ കൈകളിൽ മാത്രമായി സിനിമ ഒതുങ്ങുകയും അവർ ഇൻഡസ്ട്രി ഭരിക്കുകയും മറ്റുള്ളവരെല്ലാം സ്ലേവ്സ് ആയിട്ട് കാണുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല. അപ്പം അതിനോട് ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ പ്രതികരിച്ചതാണ്. അതുമായി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് സ്വാഭാവികമായിട്ടും സാധാരണക്കാരും സിനിമയിലുള്ളവരും പ്രതീക്ഷിച്ചിരുന്നു മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത്. മാറ്റം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്നൊരു ഭയം അതില്ലാണ്ടായി എന്നുള്ളതാണ്. ഇത്രയും ഇവിടെ സംഭവിക്കാനുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നമ്മളെപ്പോലുള്ളവരൊക്കെ ഇരുന്ന് സംസാരിക്കുക പറയുക എന്നുള്ളതല്ലാതെ ഇതിനൊന്നും ആക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പം ഇപ്പോൾ ഫെഫ്കയിലുള്ള സ്ത്രീകളും അവരൊക്കെ നിരാഹാരം കിടക്കാൻ ആലോചിക്കുന്നു, അവരൊക്കെ മന്ത്രിമാരെ പോയി കാണുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു മറുപടി കത്ത് പോലും അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പം അതൊന്നും അവർക്കൊക്കെ ഫേസ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ വേറെ ചിലർ കൊടുക്കുന്ന കംപ്ലൈൻറ്റിന് വൻ ആക്ഷൻ എടുക്കുന്നു. അപ്പം പല നീതികൾ ഇവിടെ നടക്കുന്നു. അത് സർക്കാരിൽ കൂടുതൽ സ്വാധീനമുള്ള ആളുകൾക്ക് ഒരു നീതിയും അല്ലാത്തവർക്ക് വേറൊരു നീതിയുമായിട്ട് മാറാതെ നമ്മളെല്ലാവരും ഒരുപോലെ ജോലിയെടുക്കുന്നവരാണ്, എല്ലാവരും ഒരുപോലെ ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അത് മനസ്സിലാക്കി സർക്കാരും കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ബി ഉണ്ണികൃഷ്ണനെ ഒന്നാം പ്രതിയാക്കി കേസ് രേഖപ്പെടുത്തി. നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് രണ്ടാം പ്രതി. വിശദാംശങ്ങളുമായി ഷീന മാർട്ടിനുണ്ട്. ഷീന, ഈ ഹേമ കമ്മിറ്റി നിലവിൽ വന്നത് തന്നെ അതിന്റെ ഉദ്ദേശം തന്നെ എന്താണ് എന്നുള്ള ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഭീഷണിപ്പെടുത്തൽ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് സാന്ദ്ര തോമസ് പറയുന്നത്? പരാതിയുടെ വിശദാംശങ്ങളൊപ്പം കേസിന്റെ വിശദാംശങ്ങളും. മധ്യത്തിൽ അപമാനിച്ചുവെന്ന നിർമ്മാതാവായ സാന്ദ്ര തോമസിന്റെ പരാതിയിലാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് കേസിലെ രണ്ടാം പ്രതി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയതിന്റെ പേരിലാണ് ബി ഉണ്ണികൃഷ്ണൻ വൈരാഗ്യ നടപടിയെടുത്തത്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയത്, അത്തരത്തിൽ സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയത്, അതേപോലെ തന്നെ മറ്റുള്ളവരുമായി സിനിമയിലുള്ള മേഖലയിലുള്ളവരുമായി സാന്ദ്ര തോമസുമായുള്ള ബന്ധം വേണ്ടെന്ന് അവരോട് വിലക്കിയത്, ഇത്തരത്തിലുള്ള പരാതികളൊക്കെയാണ് സാന്ദ്ര തോമസ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആദ്യം സെൻട്രൽ പോലീസിന് നേരിട്ട് പരാതി നൽകാൻ സാന്ദ്ര തോമസ് ശ്രമിച്ചിരുന്നു. അപ്പോൾ നേരിട്ട് പരാതി നൽകാൻ ശ്രമിച്ചിരുന്നപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതി വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായതെന്നാണ് സാന്ദ്ര തോമസ് ഇന്ന് നമ്മളോട് അറിയിച്ചത്. തൊഴിൽ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനായിരുന്നു ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചത്. അതായത് അധികാര ദുർവിനിയോഗത്തോട് പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ തൊഴിൽ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനായിരുന്നു ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചിരുന്നത്. മറ്റുള്ളവരോട് സാന്ദ്രയുമായി സഹകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടു, തൊഴിൽ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ സാന്ദ്ര തോമസിന്റെ പരാതിയിലുണ്ട്. അതേപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഒരു മീറ്റിംഗിൽ പോലും സാന്ദ്ര തോമസ് തയ്യാറായിരുന്നില്ല, ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ സാന്ദ്ര തോമസ് ഇന്ന് വെളിപ്പെടുത്തിയത് ബി ഉണ്ണികൃഷ്ണന് കാര്യമായ ഓർമ്മപ്പിശകുണ്ട്. 2 പ്രാവശ്യം ഉണ്ണികൃഷ്ണനുമായി മുഖാമുഖം സംസാരിച്ചിരുന്നു. ഒന്ന് ഭദ്രൻ സാറിന്റെ മീറ്റിംഗിലായിരുന്നു സംസാരിച്ചത്. അന്ന് സാന്ദ്ര തോമസിനോട് പറഞ്ഞത് ഇനി നിന്നെ മലയാള സിനിമ ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഭീഷണിയായിരുന്നു അന്ന് സാന്ദ്ര തോമസിനോട് പറഞ്ഞിരുന്നത്. ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിനായി 7 ലക്ഷം രൂപയാണ് ഉണ്ണികൃഷ്ണൻ സാന്ദ്ര തോമസ് വാങ്ങിയെന്നാണ് ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നത്. പക്ഷേ അത് തെറ്റായ കാര്യമാണ്. ആ സിനിമയ്ക്കായി 3.5 ലക്ഷം രൂപ ചെലവ് ചെയ്തിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിന്റെ സെറ്റിൽമെന്റിൽ ആവശ്യപ്പെട്ടത് പക്ഷേ 25 ലക്ഷം രൂപയായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ഉണ്ണികൃഷ്ണനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് സാന്ദ്ര തോമസ്. ആതിര. ശരി, ഷീന മാർട്ടിനാണ് വിശദാംശങ്ങൾ നൽകിയത്.